പ്രകൃതിയുടെയും കൃഷിയുടെയും മനോഹരമായ സമന്വയം കാണിക്കുന്ന ഒന്നാണ് ജർമ്മനിയിലെ കടുകുപാടങ്ങൾ. മഞ്ഞപ്പൂക്കൾ നിറഞ്ഞ ആ വിശാലമായ കാഴ്ച ആരെയും ആകർഷിക്കും. നമുക്കും പോയാലോ? അപ്പൊ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. ജർമ്മനിയുടെ വസന്തകാലത്ത് വിരിയുന്ന മഞ്ഞപ്പൂക്കൾ പ്രകൃതിയുടെ പുഞ്ചിരി പോലെയാണ്. പച്ച പാടങ്ങളിലൂടെ വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞ നിറത്തിന്റെ ഈ തിരമാലകൾ കണ്ണുകൾക്ക് ഒരു സ്വപ്ന ലോകം സൃഷ്ടിക്കുന്നു. സൂര്യന്റെ കിരണങ്ങൾ തൊട്ടപ്പോൾ ആ പൂക്കൾ പൊൻതുള്ളികളായി മിന്നുന്നു. കാറ്റിൽ മൃദുവായി നൃത്തം ചെയ്യുന്ന അവയുടെ ചലനം മനസ്സിൽ ശാന്തിയും സന്തോഷവും നിറയ്ക്കുന്നു. വനാന്തരങ്ങളിലും ഗ്രാമീണ പാതകളിലും എന്തിന് ജർമ്മനിയിലെ ഓരോ ഇടവഴികളിലും വിരിയുന്ന ഈ മഞ്ഞപ്പൂക്കൾ പ്രകൃതി സൗന്ദര്യത്തിനൊരു പ്രത്യേക താളം നൽകുന്നു. വസന്തകാലത്തിന്റെ വരവറിയിക്കാനായി ജർമ്മനിയിൽ ആദ്യം പൂത്തു തുടങ്ങുന്ന പുഷ്പങ്ങളിൽ ഒന്നാണിവ. നമ്മുടെ കടുകാണ് കൃഷി. വസന്തകാലത്ത് വിത്ത് വിതറി വേനൽക്കാലത്ത് വളർച്ച പൂർത്തിയാക്കി സാധാരണയായി ശിശിരകാലത്തിന് മുമ്പ് വിളവെടുപ്പ് നടത്തുന്നു. ജർമ്മനിയിലെ സമൃദ്ധമായ കൃഷിയിടങ്ങൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള കടുകു പുഷ്പങ്ങൾ കൊണ്ട് ഈ സമയം അലങ്കരിക്കപ്പെട്ടിരിക്കും. ഈ പുഷ്പങ്ങൾ കാണുമ്പോൾ പാടങ്ങൾ മുഴുവൻ പൊന്നുരുങ്ങിയ പോലെ തോന്നും. കടുക് കൃഷി ഇവിടെ പ്രധാനമായും ഭക്ഷ്യ വ്യവസായത്തിനായി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് പ്രശസ്തമായ ജർമ്മൻ മസ്റ്റാർഡ് പേസ്റ്റ് നിർമ്മാണത്തിനും മണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ കവർ ക്രോപ്പായും കടുക് കൃഷി സാധാരണയായി ചെയ്യാറുണ്ട്. ഈ കൃഷി പ്രധാനമായും തണുത്ത കാലാവസ്ഥയിലും മിതമായ മണ്ണിലുമാണ് വിജയകരമായി നടക്കുന്നത്. ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാന ഇനങ്ങൾ വെള്ളക്കടുകും ബ്രൗൺ കടുകുമാണ്. കാറ്റാടിപ്പാടങ്ങൾക്കിടയിലൂടെ തല ഉയർത്തി നിൽക്കുന്ന ഇവർ കണ്ണിനു നൽകുന്ന അനുഭൂതി മറ്റൊന്നാണ്. മഞ്ഞപ്പൂക്കൾ നിറഞ്ഞ പാടങ്ങൾ കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം പകരുമ്പോൾ അതിന്റെ കൃഷി രാജ്യത്തിന്റെ ഭക്ഷ്യ സംസ്കാരത്തിലും കൃഷി രീതികളിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ കടുക് കൃഷി ജർമ്മനിയുടെ പ്രകൃതിയെയും ജീവിതശൈലിയെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു മനോഹര ചിഹ്നമായി നിലകൊള്ളുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോസുമായി ഉടനെ വരാം. ചൗ ചൗ.